അലുഗ വെബ്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കി വരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി FC മത്സരത്തെ പറ്റി ബ്ലാസ്റ്റേഴ്സ് മുൻ താരമായ ഡയാസ് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കൊച്ചിയിൽ വന്ന് കളിക്കുന്നതിനെ കുറിച്ചും ഡയാസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആൽവര വാസ്കസിന്റെ ഫോട്ടോ പങ്കുവച്ച് ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായി കൂടെ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇത് വാസ്കസ് ബ്ലാസ്റ്റേഴ്സിലേക്കുള്ള മടങ്ങിവരലിനുള്ള സൂചനയാണോ എന്നാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ചോദ്യചിഹ്നം. അങ്ങനെ തുടങ്ങി ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കി വരുന്നത്. ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ മുംബൈ സിറ്റി FCയും കേരള ബ്ലാസ്റ്റേഴ്സുമായുള്ള മത്സരത്തിന് മുന്നോടിയായിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് നാളെ 11:30 കൂടിയാണ് നടക്കാൻ പോകുന്നത്. കോച്ച് ഇവാൻ ബുക്കാമാനോവിക്കും ആശാനോടൊപ്പം മിലോസ് ദിങ്കിച്ചുമാണ് എത്താൻ പോകുന്നത്. ഏതായാലും ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേഷനിലേക്ക് കടക്കുകയാണെങ്കിൽ ട്രാൻസ്ഫർ മാർക്കറ്റ് ഏറ്റവും കൂടുതൽ മൂല്യമുള്ള താരങ്ങളുടെ ഒരു ലൈനപ്പ് ഇപ്പോൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. ഈ ഒരു ലൈനപ്പിൽ ബ്ലാസ്റ്റേഴ്സിന്റെ 2 താരങ്ങൾക്കാണ് ഇടം പിടിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഡിഫൻസിൽ ഹോർമിപ്പാമോ അതുപോലെ തന്നെ മിഡിൽ അഡ്രിയാൻ ലൂണയുമാണ് ഏറ്റവും കൂടുതൽ മൂല്യമുള്ള താരങ്ങളുടെ ലൈനപ്പിൽ ഇടം പിടിച്ചിട്ടുള്ളത്. ഏതായാലും ഇനി വളരെ രസകരമായ ഒരു കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ പുറത്തേക്ക് വിട്ടിട്ടുള്ള ട്രെയിനിങ് വീഡിയോയിൽ ഇവാൻ ആശാൻ എല്ലാ താരങ്ങൾക്കും യെല്ലോ കാർഡും റെഡ് കാർഡും നൽകുന്ന റഫറി നൽകുന്ന രീതിയിലുള്ള ഒരു ആക്ഷൻ കാണിക്കുന്നുണ്ട്. റഫറിമാരെ കളിയാക്കുന്ന രീതിയിലാണ് ഇവാൻ ആശാൻ ആ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇതിനെതിരെ ഇവാൻ ആശാന് വിലക്ക് വരുമെന്നാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ ഈ ഒരു വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുന്നത്. ഏതായാലും ഇനി ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് മറ്റൊരു അപ്ഡേഷനിലേക്ക് കടക്കുകയാണെങ്കിൽ പരിക്കു പറ്റിയ അഡ്രിയാൻ ലൂണയുടെ പകരക്കാരനെ കേരള ബ്ലാസ്റ്റേഴ്സ് ജനുവരി 20-ന് മുമ്പായിക്കൊണ്ട് സൈനിങ് ചെയ്യുമെന്ന രീതിയിലാണ് ISL ട്രാൻസ്ഫർ മാർക്കറ്റിന്റെ പുതിയ റിപ്പോർട്ടുകളായി പങ്കുവച്ചിട്ടുള്ളത്. ഏത് താരമാണെന്നതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഒരുപാട് റൂമറുകൾ വരുന്നുണ്ട്. ക്രെഡിബിളായ റൂമറുകളൊന്നും ഇപ്പോൾ പുറത്തേക്ക് വരുന്നില്ല. ഏതായാലും ജനുവരി 20-ന് മുന്നായിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ലൂണയുടെ പകരക്കാരനെ സൈനിങ് ചെയ്യുമെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ ഒഫീഷ്യൽ ആയിക്കൊണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ആൽവര വാസ്കസിന്റെ പിക്ക് പങ്കുവച്ചതിന് പിന്നാലെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ചോദ്യചിഹ്നമാണ് വാസ്കസ് എങ്ങാനും ഇനി ലൂണയുടെ പകരക്കാരനായി മടങ്ങി വരുമോ, അതിന്റെ ഒരു ക്ലൂ ആണോ ബ്ലാസ്റ്റേഴ്സ് പങ്കുവച്ചിട്ടുള്ളതെന്ന്. ഏതായാലും നമുക്ക് പറയാനുള്ളത് ഏകദേശം 2 മാസങ്ങൾക്ക് മുമ്പ് വാസ്കസിന്റെ ഒരു പുതിയൊരു ഇന്റർവ്യൂവിൽ ഇനി താരം ഇന്ത്യയിലേക്ക് മടങ്ങി വരില്ല, ബ്ലാസ്റ്റേഴ്സിലേക്ക് മടങ്ങിയെത്തില്ല എന്നൊരു കാര്യം പറഞ്ഞതാണ്. മാത്രമല്ല ഈ കഴിഞ്ഞ ട്രാൻസ്ഫർ വിൻഡോയിൽ വാസ്കസിനെ സ്വന്തമാക്കാൻ ബ്ലാസ്റ്റേഴ്സിന് അവസരമുണ്ടായിരുന്നു. FC ഗോവ ബ്ലാസ്റ്റേഴ്സിന് വാസ്കസിനെ വിട്ടുതരാമെന്ന് പറഞ്ഞുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനെയായിരുന്നു സമീപിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് പോലും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് അത് റിജക്റ്റ് ചെയ്യുകയായിരുന്നു. എന്നാൽ ഇനി ബ്ലാസ്റ്റേഴ്സിലേക്ക് വാസ്കസ് മടങ്ങി വരാൻ സാധ്യതകളില്ല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഏതായാലും ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്ക് കടക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി FCയുമായുള്ള മത്സരത്തെ പറ്റി ജോർജ് പെരേര ഡിയാസ് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കൊച്ചിയിൽ വന്ന് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കെതിരെ കളിക്കുന്നതിനെ കുറിച്ചും അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: ഒരു ഫുട്ബോൾ കളിക്കാരന് ചെയ്യാൻ കഴിയുന്നത് താൻ നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ടീമിന് ഏറ്റവും മികച്ചത് നൽകുക എന്നതാണ്. അത് താൻ ചെയ്യും. കൊച്ചിയിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കെതിരെ കളിക്കാൻ താൻ തയ്യാറാണ്. എല്ലാത്തിനെയും നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ താൻ നടത്തിയിട്ടുണ്ടെന്ന രീതിയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സും മുംബൈ സിറ്റി FCയുമായുള്ള മത്സരത്തെ പറ്റി ജോർജ് പെരേര ഡിയാസ് പറയുന്നത്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മുൻ സീസണുകളിൽ കളിച്ചിട്ടുണ്ടായിരുന്ന താരമായിരുന്നു ഡയാസ്. ഡയാസിന്റെ വാക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമന്റായി അറിയിക്കുക. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കണം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.